വിമർശനങ്ങൾക്കൊടുവിൽ കനത്ത മഴക്കെടുതി നേരിട്ട പത്തനംതിട്ട ജില്ല സന്ദർശിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോലഞ്ചേരി ഗസ്റ്റ് ഹൌസിൽ അവലോകന യോഗം ചേർന്ന മുഖ്യമന്ത്രി പുനരധിവാസത്തിനുള്ള എല്ലാ നടപടികളും സജ്ജമാണെന്ന് വ്യക്തമാക്കി. ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച മുഖ്യമന്ത്രി റാന്നിയിലെ ദുരന്തബാധിതരുടെ പരാതികൾ കേട്ടു. സന്ദർശനത്തിനിടെ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുമായി മുഖ്യമന്ത്രി സ്നേഹസംഭാഷണം നടത്തി. പേമാരി പെയ്തിറങ്ങിയ പത്തനംതിട്ട ജില്ലയിൽ ഏറെ വിമർശനങ്ങൾക്കൊടുവിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തിയത്. മഴക്കെടുതിയിൽ തകർന്ന റോഡുകൾക്കിടയിലൂടെ PWD ഗസ്റ്റ് ഹൌസിലെത്തി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ മന്ത്രി PC വിഷ്ണുനാഥ്, MLA അബിൻ വർക്കി എന്നിവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അവലോകന യോഗം ചേർന്നു. ദുരിതത്തെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചാണ് നേരിട്ടതെന്നും പുനരധിവാസത്തിന് എല്ലാ ക്രമീകരണങ്ങളും നടത്തിയതായും യോഗശേഷം മുഖ്യമന്ത്രി വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ പൂർണ്ണമായ അധികാരം ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട്. എത്ര രൂപ വേണമെങ്കിലും ചെലവാക്കാനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട്. ക്യാമ്പിലെ ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും ശുചിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ചെയ്തു വരുന്നുണ്ട് ഭംഗിയായിട്ട്. ആവശ്യമായ ടോയ്ലറ്റ് സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ബയോ ടോയ്ലറ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ലൈറ്റ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പോലീസിന്റെ പ്രത്യേകമായ സുരക്ഷാ സംവിധാനം എല്ലാ ക്യാമ്പുകളിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. യോഗശേഷം ദുരിതബാധിതരെ കാണാൻ മുഖ്യമന്ത്രി ദുരന്തബാധിത പ്രദേശമായ പരിമൂട്ടുംപടിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. മേഖലയിലെ വെള്ളപ്പൊക്കം കാരണം ചിറയപ്പറമ്പ് സർക്കാർ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്നവരെ മുഖ്യമന്ത്രി ക്യാമ്പിലെത്തി സന്ദർശിച്ചു. ക്യാമ്പിലെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ വി.ഡി. സതീശൻ ക്യാമ്പിലെ കുഞ്ഞംഗമായ മയോമിയുമായി സ്നേഹസംഭാഷണം നടത്തി. മുഖ്യമന്ത്രിയുടെ പ്രവൃത്തി അപ്രതീക്ഷിതമായിരുന്നെന്നും ഏറെ സന്തോഷം തോന്നിയെന്നും മയോമിയുടെ മുത്തശ്ശി മറിയാമ്മ ചാക്കോ. മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നി. മോളെ എടുത്തിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് നടന്നത്. വളരെയധികം സന്തോഷം. ആറന്മുളയിലെ സന്ദർശനം പൂർത്തിയാക്കി റാന്നിയിലേക്ക് പോയ മുഖ്യമന്ത്രി MS ഹയർ സെക്കൻഡറി സ്കൂളിൽ ദുരന്തബാധിതരുടെ പരാതി കേട്ടു. എല്ലാത്തിനും ഉടൻ നടപടിയെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. സ്ഥലം MLA പഴകുളം മധു ഉൾപ്പെടെ ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. പിന്നാലെ റാന്നി സർക്കാർ LP സ്കൂളിലെ ക്യാമ്പിൽ സന്ദർശനം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് മുഖ്യമന്ത്രി തലസ്ഥാനത്തേക്ക് മടങ്ങിയത്. പത്തനംതിട്ട കൂടാതെ അതിരൂക്ഷ മഴക്കെടുതി നേരിടുന്ന മറ്റു ജില്ലകളിലും മുഖ്യമന്ത്രി അടുത്ത ദിവസങ്ങളിൽ സന്ദർശനം നടത്തിയേക്കും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.